നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമന് സമീപം സൊമാലിയൻ തീരത്തോട് ചേർന്ന് ചെറുബോട്ടിൽ അജ്ഞാത സംഘം എത്തിയപ്പോൾ ജീവനക്കാർക്ക് രക്ഷയായത് ചരക്ക് കപ്പലിലെ സ്ട്രോങ് റൂമാണ്. കഴിഞ്ഞ ദിവസം ഞെട്ടലോടുകൂടി എല്ലാവരും വീക്ഷിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു അറബിക്കടലിൽ 15 ഇന്ത്യക്കാരുമായി സഞ്ചരിച്ച ഒരു കപ്പൽ അത് റാഞ്ചിയെടുത്തു എന്ന വാർത്ത. കൃത്യമായുള്ള ഇടപെടൽ ഇന്ത്യൻ നേവി നടത്തുകയും മണിക്കൂറുകൾക്കകം തന്നെ കപ്പൽ തിരിച്ചുപിടിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. വിമാനത്തിലെ കോക്പിറ്റിന് സമീപമായിട്ടുള്ള സ്ട്രോങ് റൂമിനുള്ളിൽ പ്രവേശിച്ചാൽ അകത്തു നിന്ന് തുറന്നാൽ മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആകൂ. വിമാനത്തിലെ കോക്പിറ്റിന് സമാനമായ സ്ട്രോങ് റൂമിനുള്ളിൽ പ്രവേശിച്ചാൽ അകത്തു നിന്ന് തുറന്നാൽ മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാനാകൂ. ഒക്ടോബർ മുതൽ നിരന്തരമായുള്ള ഹൂതി ആക്രമണത്തിൽ ജാഗ്രത പാലിക്കണമെന്ന ചരക്ക് കപ്പലുകൾക്ക് എല്ലാ രാജ്യങ്ങളിലെയും നാവികസേന നിർദ്ദേശം ഉണ്ടായിരുന്നതിനാൽ തന്നെ കരുതലോടുകൂടിയാണ് ചരക്ക് കപ്പലിന്റെ യാത്ര. കപ്പലിലേക്ക് സംഘം പ്രവേശിച്ചതിന് പിന്നാലെ തങ്ങൾ അപകടത്തിലാണ് എന്ന സന്ദേശം കൈമാറിയാണ് ജീവനക്കാർ സ്ട്രോങ് റൂമിലേക്ക് മാറിയത്. ഇത് മികച്ച നീക്കമായിരുന്നുവെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മുൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രഭാകരൻ പല്ലേരി പറയുന്നു. കപ്പൽ റാഞ്ചുന്നതിനൊപ്പം ജീവനക്കാരെ ബന്ദികളാക്കുകയായിരിക്കാം ആക്രമണികളുടെ ലക്ഷ്യം. ഏറെ നേരം ശ്രമിച്ചിട്ടും നടക്കാതെ വന്നതോടുകൂടി കപ്പലിൽ നിന്ന് പുറത്തു പോകണമെന്ന ഇന്ത്യൻ നാവികസേന ആളില്ലാ വിമാനം വഴി നൽകിയ സന്ദേശമാണ് ആക്രമികൾ ദൗത്യം ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള കാരണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. നാവികസേനയുടെ കമാൻഡോ വിഭാഗമായ മാർക്കോസ് ആണ് ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. INS ചെന്നൈ ദ ഡിസ്ട്രോയർ എന്ന കപ്പൽ തന്നെയാണ്, യുദ്ധക്കപ്പൽ തന്നെയാണ് പൂർണ്ണമായും ഈ ഒരു കപ്പൽ വളഞ്ഞതും. നാവികസേനയുടെ കൊൽക്കത്ത ക്ലാസ് യുദ്ധക്കപ്പലുകളിൽ മൂന്നാമത്തേതാണിത്. ചെന്നൈ നഗരത്തിന്റെ പേരിലുള്ള ആദ്യ യുദ്ധക്കപ്പലും. 2010 ഏപ്രിൽ 2 അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണി കപ്പലിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. 2017 ഏപ്രിൽ മുൻ മുഖ്യമന്ത്രി K പളനിസ്വാമിയുടെ സാന്നിധ്യത്തിലാണ് ചെന്നൈ നഗരത്തിന് സമർപ്പിച്ച നാമകരണം ചെയ്തത്. തമിഴ്നാടിനോടുള്ള ആദരം എന്ന നിലയിൽ ജല്ലിക്കെട്ട് ഉത്സവത്തിന്റെ പ്രതീകമായി ഒരു കാളയുടെ മുദ്ര കപ്പലിലുണ്ട്. വിപുലമായ ആയുധശേഖരവും അത്യാധുനിക സംവിധാനങ്ങളും കപ്പലിലുണ്ട്. ഈ സംവിധാനങ്ങൾ എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സേന കടലിൽ ഇരച്ചെത്താൻ കാരണവും. ഇന്ത്യൻ സേന ഇരച്ചെത്തുന്നത് കൃത്യമായി വീക്ഷിച്ച ഈ കടൽക്കൊള്ളക്കാരന്മാർ നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. ഈ സ്ട്രോങ് റൂമിനകത്ത് കയറാൻ കാണിച്ച ജീവനക്കാരുടെ ആത്മബലം, അവരുടെ വിശ്വാസം, കൃത്യസമയത്തുള്ള അവരുടെ ഈ പ്രവർത്തനം എല്ലാം തന്നെ അഭിനന്ദനാർഹമാണെന്നും ഇന്ത്യ ഒരുപോലെ പറയുകയാണ്. മാത്രമല്ല, ഇന്ത്യൻ സേന ഇവിടെ എടുത്ത കൃത്യമായുള്ള നടപടികളും കയ്യടിയോടുകൂടി തന്നെയാണ് ലോകം കാണുന്നത്.